നമസ്കാരം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വർഗീയ മതവികാരങ്ങൾ ഉണർത്തുന്ന രീതിയിൽ ശബരിമലയോ അയ്യപ്പന്റെയോ പേരുപയോഗിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമെന്ന് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ശബരിമല സ്ത്രീ പ്രവേശന വിധി പ്രചരണത്തിന് ഉപയോഗിക്കാം, എന്നാൽ അതൃപ്തി നിശ്ചയിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ബിജെപിക്കും കോൺഗ്രസിനും എതിർപ്പാണ്. ശബരിമല ശാസ്താവിന്റെ പേരിൽ വോട്ട് തേടില്ലെന്നും എന്നാൽ ശബരിമലയിലുണ്ടായ നീതികേട് തുറന്നു കാട്ടുമെന്നുമാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ശബരിമല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ശരിയോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കാം. പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിക്കുന്നു. ആദ്യം വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകരാണ് ചേരുന്നത്. ശ്രീ നാണു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാട് അത് ചർച്ച ചെയ്യാനാണെന്ന് സർവകക്ഷി യോഗം ചേർന്നത്. ആ സർവകക്ഷി യോഗത്തിൽ ബിജെപിയും കോൺഗ്രസും സ്വീകരിച്ച നിലപാട് അത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ചർച്ചയ്ക്ക് വരും എന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ സാറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയക്കാർ വിചാരിക്കും പോലെ കൈതകളൊന്നും അല്ല. അവർക്ക് ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ശബരിമല വിഷയം അവരെ മനസ്സിന് പോവില്ല. പിന്നെ വേറൊരു സംഗതി പറയാനുള്ളത് വെച്ചാൽ തിരുവനന്തപുരത്തെ ബഹുമാന്യരായ രണ്ട് ഇടതുമുന്നണിയുടെയും ഐക്യമുന്നണിയുടെയും രണ്ട് സ്ഥാനാർത്ഥികളും കപട ഭക്തന്മാരാകുന്നത് കാണുമ്പോൾ വളരെ നിരാശ തോന്നുന്നു. ഈ ദിവാകരനൊക്കെ ഞാൻ കന്യയ്യപ്പനാണെന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. പക്ഷെ അതൊക്കെ കപട നാടകമാണ്. കേരളത്തിൽ എന്താണ് ശബരിമല വിഷയം സംഭവിച്ചതെന്ന് അത് ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിൽ നിന്ന് ഉയരുമെന്നുള്ള യാതൊരു സംശയവും ആർക്കും വേണ്ട. ശരി, നന്ദി പ്രതികരിച്ചതിന്. വടകരയിൽ നിന്നും നാണു എന്ന പ്രേക്ഷകന്റെ നിലപാടാണ് കേട്ടത്. വയനാട് നിന്ന് കൃഷ്ണദാസ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ കൃഷ്ണദാസ്, തെരഞ്ഞെടുപ്പ് ഒരു മതേതര പ്രക്രിയയാണ്. അത് അതിന്റേതായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ശക്തമായ നിലപാടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീ പ്രവേശനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടും സ്വീകരിക്കുകയുണ്ടായി. മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെ ഉണ്ടായ പ്രക്രിയ അല്ലല്ലോ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ചർച്ച ചെയ്യേണ്ടതാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ബാബരി മസ്ജിദും ചർച്ച ചെയ്യണം, ശബരിമലയും ചർച്ച ചെയ്യണം. അതുപോലെ ഏതൊരു വിഷയങ്ങളാണെങ്കിലും ജനങ്ങൾ സംബന്ധിക്കുന്ന വിഷയം തന്നെയാണല്ലോ. ശബരിമല എന്ന് പറഞ്ഞത് നമ്മൾ ഇതാക്കുമ്പോൾ അതൊരു മതപരമായ വിഷയമല്ല. ശബരിമല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളാണെങ്കിലും ജാതിമതമന്യെയും ഭേദമന്യെയും ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാം, അവിടെ ഒരു വിശ്വാസികൾക്ക് പ്രവേശിക്കാം എന്നുള്ളതാണല്ലോ അവർ ചർച്ച ചെയ്ത വിഷയം. അപ്പൊ അത് ചർച്ച ചെയ്യേണ്ട അതെങ്ങനെയാണ് മത വിഷയമായി മാറുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് ഇപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പേടിക്കുന്നതെന്നാണ് എന്റെ ഒരു സംശയം. ശരി, നന്ദി പ്രതികരിച്ചതിന്. ചെർപ്പളശ്ശേരിയിൽ നിന്നും സൈനുദ്ദീൻ എന്ന പ്രേക്ഷകനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരണം അറിയിക്കുന്നത്. ശ്രീ സൈനുദ്ദീൻ, ഈ മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും. പ്രത്യേകിച്ചും ഈ ഗൃഹസമ്പർക്ക പരിപാടികളാണ് ആദ്യ ഘട്ടങ്ങളിലെല്ലാം പലയിടത്തും നടക്കുന്നത്. അത് സാധാരണ പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കൃത്യമായി ആ ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം ഏതു തരത്തിലാകും, ഈ രാഷ്ട്രീയ കക്ഷികൾ എത്രത്തോളം ഈ വിഷയവുമായി മുന്നോട്ട് വരും എന്നാണ് താങ്കൾ കരുതുന്നത്? എന്റെ അഭിപ്രായം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും ഭരണപക്ഷത്തിന്റെ ചട്ടുകമാകരുത് എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ നിലവിലുള്ള നിയമം 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്നുണ്ട്. അത് അവരുടെ ആർത്തവം നിലച്ചതിനു ശേഷം ശബരിമലയിൽ പ്രവേശിക്കാമെന്നും നിയമമുണ്ട്. ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റിയ സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അതിനാരൊക്കെ പ്രചോദനം നൽകിയെന്നും നമുക്കറിയാം. ഈ വക കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശബരിമല വിഷയമാക്കരുത് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് എന്റെ കൂടെയുള്ളവർക്കും പ്രത്യേകിച്ചും അമർഷമുണ്ട്. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ശോഭൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ശോഭൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇവിടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും എന്ന നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ചും കോൺഗ്രസും BJP സ്വീകരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയം, ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ച ചെയ്താൽ അതിന് വേണ്ട രീതിയിൽ പ്രതിരോധിക്കുമെന്ന് CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികളും കൃത്യമായി പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ഒരു മാസത്തോളം അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർണ്ണയമെല്ലാം പൂർത്തിയാകുമ്പോൾ അത് കൂടുതൽ സജീവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നിലപാടിനെ ഏതു തരത്തിലാണ് കാണുന്നത്? തിരഞ്ഞെടുപ്പ് നോർത്ത് ഇന്ത്യയിലുള്ള സാറായതുകൊണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പറഞ്ഞാൽ അയോധ്യ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വെച്ചുകൊണ്ടുള്ള ഭഗവാന്റെ പേരിൽ ഊട്ടി ചോദിക്കുന്നതെന്ന് ആ സാറിന് അറിയാം. അത് കാരണമാണ് കേരളത്തിലും ശബരിമല പ്രശ്നം ഉണ്ടാക്കരുത്, അതൊരു ജാതീയമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അത് എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. കാരണം അയ്യപ്പന്റെ പേരിലൊന്നും വോട്ട് ചോദിക്കരുത്. ശരിയാണ്, നല്ലൊരു തീരുമാനമാണ്. ഇത് BJP-യും ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും രണ്ടുപേരും ചേർന്ന് എടുത്തിരിക്കുന്ന അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ഭഗവാനെ ചേർത്ത് അയ്യപ്പനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ശിവരാമൻ. പക്ഷേ ജനാധിപത്യം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം തങ്ങൾക്കുണ്ടെന്നാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് BJP-യുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാം നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തെല്ലാം കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു, നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ആ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന് ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ. നന്ദി പ്രതികരിച്ചു. മധ്യപ്രദേശിൽ നിന്നും ശോഭൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. അബ്ദുൾ റഷീദ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ അബ്ദുൾ റഷീദ്, ഈ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. രാജ്യത്ത് തന്നെ വലിയൊരു ജനാധിപത്യ പ്രക്രിയ. അവിടെ പല വിഷയങ്ങളും വരും. ഈ രാജ്യത്ത് തന്നെ പല വിഷയങ്ങളും ഉന്നയിക്കപ്പെടും. അയോധ്യ പ്രശ്നമായാലും അതുപോലെ തന്നെ ചർച്ച ആക്ട് ആയാലും അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൂടാ എന്നാണ് പ്രതിപക്ഷത്തുള്ള പ്രധാന കക്ഷികൾ ചോദിക്കുന്നത്. പക്ഷേ മതേതര പ്രക്രിയയാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയുള്ള പ്രക്രിയ നടക്കുമ്പോൾ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ സ്വീകരിച്ച ആ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ് BJP-യും കോൺഗ്രസും ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. കാരണം രാജ്യത്തെ ഒരു പരമോന്നത കോടതിയുടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഒരു സർക്കാരിന് മറ്റെന്ത് മാർഗമാണുള്ളത് എന്നാണ് ഇവർ പറയേണ്ടത്. ഇവർ പറയാറുണ്ട് ബാബരി മസ്ജിദ് പോലെ തന്നെയാണ് ഇതും, അത് ചർച്ച ചെയ്യപ്പെടുമെന്ന്. ഇതിന് രണ്ടും രണ്ടാണ് സാർ. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകളോളം ആരാധന ചെയ്ത ഒരു മസ്ജിദ്, അത് തകർത്ത് തരിപ്പണമാക്കി ജനാധിപത്യത്തെ നശിപ്പിച്ച്, അതുപോലെയാണോ ഈ ശബരിമല പ്രവേശനം എന്ന് പറയുന്നത്? അത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അത് മാറ്റാനും അത് ഒഴിവാക്കാനും ഒക്കെ സുപ്രീം കോടതിക്ക് തന്നെ അധികാരമുണ്ട്. അതിന്റെ പേരിൽ മതേതരത്വം നശിപ്പിച്ചുകൊണ്ട് ഒരു നടപടി എന്ന് പറയുന്നത് തീർച്ചയായും അത് നമ്മുടെ ജനാധിപത്യത്തോട് ചേർന്നതല്ല. ആ ഉദ്യോഗസ്ഥന്റെ നടപടി ശ്ലാഘനീയമാണ്. അത് ജനാധിപത്യ കേരളം ഏറ്റെടുക്കേണ്ടതാണ്. 100 ആവശ്യങ്ങൾ മറ്റു പലതുമുണ്ട് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ശബരിമല മാത്രം, ഇത് നാണക്കേടില്ലേ BJP-ക്കും കോൺഗ്രസിനും പറയാനെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ശരി, നിരവധി വിഷയങ്ങൾ, രാജ്യത്ത് നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്നും നജീം എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ നജീം, ഈ ഒരു വിഷയം പ്രത്യേകിച്ചും പല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ഈ പല കേസുകളും ഉണ്ടാകുകയും
അയോഗ്യരാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുമെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ അത് പലപ്പോഴും പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും സാധാരണ പ്രവർത്തകർ മുതൽ പലരും ഇത് ഉന്നയിക്കും. അങ്ങനെ പല കാര്യങ്ങൾ വരികയും ചെയ്യും. പക്ഷെ പിന്നീടാണ് ഇതിന്റെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരിക. എന്തായാലും ഈ ഒരു വിഷയം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇത്തരമൊരു കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലായി ഈ വിഷയത്തിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമ്മൾ ജനാധിപത്യ രാഷ്ട്രത്തിലാണ് താമസിക്കുന്നത്. ജാതിയോ മതമോ ഒന്നും നോക്കാതെ അന്യോന്യം സ്നേഹിക്കപ്പെടാൻ വേണ്ടി ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. ഇതിനകത്ത് ജാതി രാഷ്ട്രീയമായിട്ട് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അത് താങ്കൾ ആ നിലപാടിനെ അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 100% ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ആദരവുമാണ് ഇപ്പൊ എനിക്കുള്ളത് എന്റെ മനസ്സിൽ. ശരി, നന്ദി സംസാരിച്ചതിന്. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. യൂസഫ്, ശ്രീ യൂസഫ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? സാറേ, നമ്മളെ അഭിപ്രായത്തില് ഇവിടെ ബാബരി മസ്ജിദോ അതല്ലെങ്കിൽ ശബരിമല എന്നല്ല വിഷയം ഇന്ത്യ രാജ്യത്ത്. ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. ഇന്ത്യ രാജ്യത്തെ ഏക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ സാധാരണക്കാരന് പൊറുതിമുട്ടി നിൽക്കുന്ന വിലക്കയറ്റം കൊണ്ടും അതുപോലെ തന്നെ തൊഴിൽ ജീവിതം നഷ്ടപ്പെടുത്തപ്പെട്ട സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിൽ ഇതിന് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഈ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം മുന്നോട്ട് വെച്ചത് വളരെ ക്ലിയർ ആണ്. ഇതൊരു പ്രചരണ വിഷയമാക്കി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി പ്രതികരിച്ചതിന്. വയനാട് നിന്ന് യൂസഫ് എന്ന പ്രേക്ഷകൻ, മലപ്പുറത്ത് നിന്ന് കൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ഇനി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കുന്നത്. ശ്രീകൃഷ്ണൻ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യുവതീ പ്രവേശനവും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുമെല്ലാം ചർച്ചയാകാം. അത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട താങ്കളുടെ നിലപാട്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി ഇനിയുള്ള ഒരു 5 വർഷക്കാലത്തേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നുണ്ടെന്നൊരു സമയത്ത് മതപരമായും ജാതിപരമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ കേരളത്തിലെ ഒരു പ്രാദേശിക വിഷയത്തെ ഇത്തരത്തിലാക്കി തീർക്കുന്ന ഈ നിലപാടുകളെ ഒട്ടും യോജിക്കാൻ കഴിയില്ല. അത് നിലപാടുകളുടെ പോരായ്മയാണെന്ന് എന്റെ അഭിപ്രായം. മാത്രമല്ല, ഈ നിലപാടിനെ അങ്ങേയറ്റം സ്വാഗതാർഹമായ നിലപാടാണ്. ശ്രീകൃഷ്ണൻ, ഇവിടെ മതസ്വാതന്ത്ര്യം അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യവുമാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നാണ് പ്രതിപക്ഷത്തെ പ്രധാന കക്ഷികൾ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അവരുടെ ഒരു നിലപാടിനെ കുറിച്ചും ഇവിടെ മതസ്വാതന്ത്ര്യത്തിനോ മറ്റുള്ളതിനോ യാതൊരു തടസ്സവും നേരിടുന്നില്ല. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾക്കാണ് നിലനിൽപ്പില്ലാതെ പോകുന്നത്. മറ്റുള്ള ഭക്തന്മാർ ഞാനൊക്കെ ഒരു ഭക്തനാണ്. ആ ഭക്തി അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ ഇത് ഒരു രാഷ്ട്രീയ തീരുമാനമാക്കി മാറ്റാനുള്ള നിലപാടുകളാണിത്. മറ്റ് ജനകീയ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം വിഷയം, ഇതൊരു സുപ്രീം കോടതി വിധിയാണ്. ഈ സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള അപ്പീലുകളെല്ലാം പോയി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളാണ് വലിയ കാലികമായ പ്രശ്നം എന്നുള്ള ചർച്ച അപലപനീയമാണ്. അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നന്ദി പ്രതികരിച്ചതിന്. കൊല്ലത്ത് നിന്ന് ഷാജി എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ഷാജി, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇന്ന് ചേർന്ന രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിലും ഇക്കാര്യത്തിൽ കർശന നിലപാട് കമ്മീഷൻ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു നിലപാടിനെ അംഗീകരിക്കാനുള്ള കാരണം? കോൺഗ്രസും ഈ BJP എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഈ കൊണ്ടുവരുന്നത് അക്രമത്തിലൂടെ ഇതൊരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു വേണ്ടി മാത്രം അവർ ശ്രമിക്കുക. ഓക്കെ, കൊല്ലത്ത് നിന്ന് ഷാജി എന്ന പ്രേക്ഷകനാണ്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം.
ബംഗളൂരുവിൽ നിന്നും സന്ദീപിന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതിനോട് ഒന്നും അനുകൂലിക്കുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് ഇലക്ഷൻ നടത്തുമ്പോൾ ഇത് പറയേണ്ട അർഹതയുണ്ട്? ഈ ഒളിപ്പിച്ചല്ലേ കയറ്റ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ യോജിക്കുന്നില്ല, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. മറ്റ് പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പല വിഷയങ്ങളുമുണ്ട്, അതെല്ലാം ഉന്നയിക്കാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ വിഷയത്തിൽ സംസാരിച്ച ചില പ്രേക്ഷകരെല്ലാം ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇത്തരം ഒരു വിഷയം, ഇതൊരു മതേതര പ്രക്രിയയാണ്, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കപ്പെടണമെന്നുള്ള തരത്തിലായിരുന്നു പലരുടെയും പ്രതികരണം. ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഹിന്ദുക്കളുടെ പുറത്തല്ല എല്ലാരും വരുന്നത്. ഇപ്പൊ വേറെ എത്ര ഇതുണ്ട്, എന്തുകൊണ്ടൊന്നും നടക്കുന്നില്ല? സുപ്രീം കോടതി വിധിയൊന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഈ അതൊക്കെ ആദ്യം നടപ്പാക്കട്ടെ. ചോദിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു കുറ്റമില്ലെന്നാ എന്റെ അഭിപ്രായം. നന്ദി. പ്രതികരിച്ചതിന് മലപ്പുറത്ത് നിന്ന് ഷൌക്കത്ത് അലി എന്ന പ്രശ്നത്തിന്റെ അഭിപ്രായം തേടാം. എന്താണ് ശ്രീ ഷൌക്കത്ത് അലി താങ്കൾക്ക് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് വളരെ ഉത്തമമായ നടപടിയാണ്. ഇത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് ഈ ഒരു തീരുമാനം കൃത്യമായി നടപ്പാക്കപ്പെടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നടപ്പാക്കപ്പെടുമെന്ന് ഞങ്ങൾ തീരുമാനിച്ച, പക്ഷെ LDFന് മേൽക്കൈ വരികയാണെങ്കിൽ ഇവര് തീരുമാനം മാറ്റുമോ? കാരണം ഇവിടെ LDF ആണോ വിജയിക്കുകയാണെങ്കിൽ ഈ തീരുമാനം ഇവര് തിരുത്തപ്പെടുക, ശബരിമല അംഗീകരിക്കുമോ, യുവതി അംഗീകരിക്കുമോ? നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ആര്യനാട് എന്ന രവീന്ദ്രൻ. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട് അറിയിക്കാം. എന്റെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ കമ്മീഷൻ എടുത്തിരിക്കുന്ന നിലപാട് ഒരിക്കലും ശരിയല്ല. കാരണം ഇത് ഒരു മതത്തിനെതിരെയോ മറ്റൊരു മതത്തിനെതിരെയോ അല്ല. സർക്കാർ എടുത്ത നിലപാടുകൾ ഒരു ശബരിമല പോലെയുള്ള എടുത്ത നിലപാടുകൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. സുപ്രീം കോടതി പോലും വ്യക്തമായ ഒരു വിധി, ആ വിധി ഇപ്പോഴും നടപ്പിലാക്കണമെന്നോ അത് ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. ആ സർക്കാരിന്റെ ധാർഷ്ട്യം കൊണ്ടെടുത്ത ഈ നിലപാട് ഈ ഇലക്ഷൻ സമയത്ത് ചർച്ചാ വിഷയമാകുക തന്നെ ചെയ്യണം. അതിൽ യാതൊരു സംശയമില്ല. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സർക്കാർ ഇനി ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളും കൂടി അറിയിച്ചു, ജനങ്ങൾക്കും കൂടി അതിനെ പ്രതികരിക്കാനുള്ള ഒരു അവസരം. ഈ വിഷയം ചർച്ച ചെയ്യാം, യുവതീ പ്രവേശനവും അതുപോലെ തന്നെ സർക്കാർ നിലപാടുമെല്ലാം ചർച്ച ചെയ്യാം. പക്ഷേ മറ്റ് കാര്യങ്ങളിലേക്ക്, ഈ മതപരമായ കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുള്ളൂ. അപ്പോൾ അതൊരു കൃത്യമായ നിർദ്ദേശം തന്നെയല്ലേ? അതെ, ഈ മതപരമായ വിഷയം അല്ലല്ലോ ഇത്. മറ്റൊരു മതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയമല്ലല്ലോ. ഒരു മതത്തിനകത്ത് ആ മതത്തിലുള്ളവർക്ക് നീതി കിട്ടാതെ വരുന്ന ഒരു വിഷയമാണ്. അത് ചർച്ച ചെയ്യണം, ആ മതത്തിലുള്ളവർ അറിയണം, അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം. അതിന് ഈ ഇലക്ഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ. സുപ്രീം കോടതിയൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആ കേസ്. അത് ഒരു ശക്തമായ ഒരു നിലപാടെടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അപ്പൊ സുപ്രീം കോടതി അല്ല ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്, വെറും രാഷ്ട്രീയ താല്പര്യമാണ്. അത് സർക്കാരിനെതിരെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഇലക്ഷൻ. അതിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും. നന്ദി പ്രതികരിച്ചതിന്. എടപ്പാളിൽ നിന്നും സരസൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ട്. അത് രാജ്യത്ത് ഉണ്ടാകുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും തങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്ന തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ നിലപാടായി അറിയിച്ചത്. പക്ഷേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോൾ അതിൽ കൃത്യമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയുമുണ്ടായി. നിങ്ങൾ യുവതീ പ്രവേശനം ചർച്ച ചെയ്തോളൂ, സർക്കാരിന്റെ നിലപാട് ചർച്ച ചെയ്തോളൂ, പക്ഷേ ഇതിന്റെ മതപരമായ വലിയ വിശകലനങ്ങളിലേക്ക് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. അപ്പോൾ ആ കമ്മീഷന്റെ ഒരു തീരുമാനത്തെ, ആ നിലപാടിനെ ടിക്കാറാം മീണ എന്ന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാക്കുകളെ എങ്ങനെ കാണുന്നു? കേൾക്കാമോ? കേൾക്കാം. ടിവിയുടെ ശബ്ദം കുറച്ചതിന് ശേഷം സംസാരിക്കണം. സാർ, ഇത് ജനാധിപത്യത്തെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ് ഇന്നിപ്പം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഭരണഘടന അംഗീകരിക്കില്ല.
അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം മുന്നിട്ട് നൽകുന്ന നമ്മുടെ നാട്ടിലെ സംസ്കാരം നശിപ്പിക്കാൻ മാത്രമേ ഇതിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. എടപ്പാളിൽ നിന്നും സരസൻ എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഇബ്രാഹിം. ശ്രീ ഇബ്രാഹിം, എന്താണ് ഇബ്രാഹിം താങ്കളുടെ നിലപാട്? ഹലോ, നമസ്കാരം സാർ. പറയൂ. ഇതിപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എന്ത് കാര്യത്തിനു വേണ്ടിയാണ് ഈ കോൺഗ്രസ് ഈ നിലപാട്, ഞങ്ങൾ ശബരിമല വിഷയം സംസാരിച്ച് ഞങ്ങൾക്ക് വോട്ട് കിട്ടുള്ളൂ എന്നുള്ള ആ വിഷയത്തിലേക്ക് കോൺഗ്രസ് എന്താണ് ഈ നിലപാടെടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. അവരൊരു രാഷ്ട്രീയ പാപ്പരത്വമല്ല ഇതിൽ കാണുന്നത്. അവർക്ക് എന്തെല്ലാം വിഷയങ്ങൾ, BJPയുടെ റാഫേൽ അഴിമതി ഉൾപ്പെടെയുള്ള ഈ ഇവിടെ നടന്ന അഴിമതികളും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ കേരളത്തിലുണ്ടായ ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തില് ഈ കേരളത്തിൽ ഉണ്ടായ ഒരു പ്രതിഭാസത്തെ മാത്രം പൊക്കിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് പിടിക്കും എന്ന് പറയുന്നതിൽ അവര് പാപ്പരത്വമല്ലേ വെളിവാകുന്നത് സാർ? അതാണ് എനിക്ക് പറയാനുള്ളത്. BJPക്ക് വിഷയങ്ങളില്ല, അവർക്ക് സംസാരിക്കാൻ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വികസനമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ അവർക്ക് ശബരിമല വിഷയമാക്കണമായിരിക്കും. പക്ഷെ ഈ കോൺഗ്രസ് എന്തിനാണ് ഈ വിഷയം ഞങ്ങൾ പൊക്കിപ്പിടിക്കുമെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഏറ്റവും നല്ല കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ തീരുമാനവും നല്ലതാണ്. ഒരു വർഗീയമായ ഒരു ചരിത്രവിരുദ്ധ വോട്ട് പിടിക്കരുത് എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ശബരിമല വിഷയം സംസാരിച്ചത് കൊണ്ട് ഇവിടെ ഒന്നുമില്ല. ഒരു സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റിന് എതിരെയുള്ള ഒരു സംസാരമല്ലാതെ, ഒരു വിഷയമല്ലാതെ ഇതിൽ എന്ത് വിഷയമാണുള്ളത്? അപ്പോൾ ഇത് രാഷ്ട്രീയ BJP ഉൾപ്പെടെയുള്ളവരുടെ പാപ്പരത്വമാണ് ഈ കാണിക്കുന്നത്. നന്ദി പ്രതികരിച്ചതിന്. അജിമോൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ അജിമോൻ, ഈ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും ഇതെല്ലാം കൂട്ടിവായിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കളുടെ പ്രതികരണം? സാറേ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ശ്രീ അജ്മൻ, ആലപ്പുഴയിൽ നിന്നും ശ്രീ അജ്മനാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് പറയാം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് താങ്കൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കുന്നതെന്നും എന്താണ് കാര്യമെന്നും തെരഞ്ഞെടുപ്പ് ഒരു മതേതര പ്രക്രിയയാണ് എന്ന് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതെ, അതല്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ വക്താവായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. തീർച്ചയായും നന്ദി പ്രതികരിച്ചതിന്. അജിമോൻ എന്ന പ്രേക്ഷകൻ. പ്രകാശ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ പ്രകാശ്, താങ്കൾക്ക് പറയാം. ഹലോ. ഇതിൽ പ്രത്യേകിച്ച് ഒരു ചോദിക്കാൻ പോലും ഒരു ഇതില്ല. കാരണം എല്ലാ വർഷവും നടന്നു വരുന്നതാണ്. ഇലക്ഷൻ ഒരു സെറ്റ് ഓഫ് റൂൾസ് വെക്കുന്നുണ്ട്. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരിക്കലും മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ല. ഇത് മുന്നേ ഇതേപോലെ ചെയ്തവർക്കെല്ലാം കോടതി ഈ ശിക്ഷ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഒരു സാധാരണ പ്രക്രിയയാണ്, എല്ലാ ഇലക്ഷനും സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇത്തവണ ഇത് ഇത്ര ചർച്ചാ വിഷയമുള്ള കാരണം എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. കാരണം ഇപ്പൊ LDF അല്ലാതെ രണ്ടു പാർട്ടി എടുത്താൽ രണ്ടുപേരുടെ വക്താക്കളായ ഇപ്പൊ സുധാകരനും സുരേന്ദ്രനും എല്ലാം മാറി മാറി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് ഞങ്ങൾ വോട്ട് പിടിക്കുകയോ ഇതിന് വാശി പിടിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ഇലക്ട്രൽ പ്രക്രിയ മാത്രമാണ്. അല്ലാതെ ഇത് പ്രത്യേകം ഇത്തവണ മാത്രം കൊണ്ടുവന്നല്ല. ഇത്തവണ എന്തുകൊണ്ട് പറയുന്നത് തന്നെ വീണ്ടും ഒരു അയോധ്യ ഇനിയും ഒരു കേരളത്തിൽ ആവർത്തിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോർത്തിലെ കണ്ടതാണ് അയോധ്യയുടെ പേരും പറഞ്ഞ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം മുന്നേ നമ്മുടെ കമ്മീഷൻ ഒരു വാർണിംഗ് കൊടുത്തു. അതിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ദുർബലമാണ് അവരുടെ അവസ്ഥ. അവർക്ക് സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയാനില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയെ കുറിച്ച് ഒന്നും പറയാനില്ല. ആകെ പറയാൻ പറ്റുന്നുള്ള കാര്യം ഇത് മാത്രം. അപ്പൊ ഇത് വെച്ച് അവർ വോട്ട് പിടിക്കാൻ നോക്കുന്നതിനെതിരെ ഇപ്പം മുന്നേ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനം 100% നല്ലൊരു തീരുമാനമാണ്. അത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് ശ്രീ പ്രകാശ്. മറ്റൊരു പ്രശ്നങ്ങളിൽ കൂടി പോകാൻ നെടുമങ്ങാട് നിന്ന് സണ്ണി എന്ന പ്രേക്ഷകൻ. ശ്രീ സണ്ണി, ഇവിടെ ഇന്ന് ഇത് രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ താൻ തന്നെയാണ് അതിന്റെ നേതാവ്. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം നിയമപരമായാണ് പറയുന്നത്. അതനുസരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ ബാധ്യസ്ഥരമാണെന്നും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ആ കാര്യങ്ങളെല്ലാം താങ്കൾ എങ്ങനെ കാണുന്നു?
അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്ത്. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.